കുട്ട വന്ന് പറയട്ടെ, ഇവിടെ എന്തോ അപായം സംഭവിക്കാൻ പോവാ. ഒന്ന് വേഗം വാ. ഇല്ല, ഞാൻ വരില്ല. കുട്ട പറയുന്നത് കേക്ക്. ഞാൻ വരില്ല. വരില്ല അല്ലേ? വന്നില്ലെങ്കിൽ കുട്ടന്റെ മാലാക്ക എന്നേക്കുമായി കുട്ടനെ വിട്ടിട്ട് പോവും. പിന്നെ ഒരിക്കലും തിരികെ വരില്ല. അത് വേണോ? വേണ്ട വേണ്ട. വേഗം പുറത്തിറങ്ങും മാഡം, ഇവിടെ തീപിടുത്തം ഉണ്ടാകാൻ പോവാ. പെട്ടെന്ന് ഇറങ്ങണം. കുട്ട വാ, വേഗം വാ. ഞാൻ പറയുന്ന കേക്ക്. വാ. ഞാൻ വരില്ല. എനിക്ക് വരയ്ക്കണം, എനിക്ക് വരയ്ക്കണം. കേക്ക് വരയ്ക്കണം. അങ്ങോട്ട് നടക്ക്. വിജയിച്ചടി, നമ്മള് വിജയിച്ചടി. സംഗതി സക്സസ്. എന്താ കാര്യം? അത് കിട്ടിയോ? കിട്ടി. നീ നോക്കി. കിട്ടിയല്ലേ? കുറച്ചു ദിവസം നമ്മൾ ഇതിന്റെ പേരിൽ ടെൻഷൻ അടിച്ചെങ്കിലും ഒടുവിൽ ഇത് കിട്ടി. ഇനി ഈ പെൻഡ്രൈവിന് ഓർത്ത് നമ്മൾ പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. നമുക്കെതിരെയുള്ള എല്ലാ തെളിവുകളും ഇപ്പൊ നമ്മുടെ പോക്കല്ലേ കഴിഞ്ഞു. ഇപ്പോഴാണ് ഉള്ളിൽ ആ വലിയ ഭയപ്പാട് മാറി കിട്ടിയത്. അല്ലെങ്കിൽ ഈ പെൻഡ്രൈവിലുള്ള രഹസ്യങ്ങൾ പുറത്തു പോകുമോ എന്ന് ആദിയിലല്ലേ ഓരോ നിമിഷവും നമ്മളിവിടെ കഴിഞ്ഞുകൂടിയത്. എന്തായാലും സമാധാനം, സന്തോഷമായി. ഇത് കൈ കിട്ടിയ സ്ഥിതിക്ക് ഹരിയേട്ടനി എന്താ ചെയ്യാൻ പോകുന്നേ? ഇതിനിപ്പോ നമ്മൾ എവിടെ ഒളിപ്പിക്കും? ഇത് എവിടെയും ഒളിപ്പിക്കുന്നത് ബുദ്ധിയല്ല, അത് സുരക്ഷിതമായിരിക്കില്ല. അതുകൊണ്ട് ഈ പെൻഡ്രൈവ് ഉടനെ നശിപ്പിച്ചു കളയണം. എന്നാ പിന്നെ വച്ച് താമസിപ്പിക്കാതെ ഇപ്പൊ തന്നെ ഇതങ്ങ് നശിപ്പിച്ച് കളയണം. ഓ, അപ്പൊ ഇതാണ് ആ പെൻഡ്രൈവ്. ഈ പെൻഡ്രൈവാണ് അച്ഛൻ ചേച്ചിയുടെ ലാപ്ടോപ്പിൽ നിന്ന് തട്ടിയെടുത്തത്. ഇത് തട്ടിയെടുക്കാൻ വേണ്ടിയാണ് അച്ഛൻ അനാവശ്യമായി ഓഫീസിൽ അലാറം മുഴക്കിയത്. നീ ഇതെന്തൊക്കെയാ പറയുന്നേ? പെൻഡ്രൈവ് ഞാൻ തട്ടിയെടുത്തെന്നോ? എപ്പോ? എങ്ങനെ? എനിക്കതൊന്നും അറിയില്ല. നീ വെറുതെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത്. ഞാൻ അനാവശ്യ അലാറം അടിച്ചെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടാ, നിന്നോട് ഇത് ആരൊക്കെ എന്തൊക്കെയാ പറഞ്ഞു തരുന്നത്? വെറുതെ ഓരോരുത്തരും ഓരോന്ന് പറയും. നീ അതൊന്നും വിശ്വസിക്കരുത്. എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാമല്ലോ. എന്റെ കണ്ണുകൾ എന്നോട് കള്ളം പറയില്ലല്ലോ. ഇതെല്ലാം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ശാലിനി ചെല്ല്. ശരി സാർ.
അച്ഛൻ എന്തോ ഒരു തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമത്തില. അച്ഛൻ്റെത് വളരെ നല്ല ക്രിമിനൽ ബുദ്ധിയാ. എത്ര ഭംഗിയായിട്ട് അച്ഛനത് നടപ്പിലാക്കിയത്. അല്ല, ഈ പെൻഡ്രൈവ് വളരെ വിദഗ്ധമായി ഓഫീസിൽ നിന്ന് തട്ടിയെടുത്തിട്ട് ആരും അറിയാതെ ഇത് നശിപ്പിക്കാൻ മാത്രം ഈ പെൻഡ്രൈവിന്റെ ഉള്ളിൽ എന്താ ഉള്ളത്? ഇതിനുവേണ്ടി ഇത്ര റിസ്ക് എടുത്തതെന്തിനാ? എന്ത് രഹസ്യം ഇതിനകത്തുള്ളത്? നീ ഒന്ന് ഒച്ച താഴ്ത്ത. നീ ഈ പറയുന്നത് ഇവിടെയുള്ളവർ ആരെങ്കിലും കേട്ടാൽ ആകെ കുഴപ്പമാവും. എന്ത് കുഴപ്പം? എന്താ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒളിപ്പിക്കുന്നത്? എന്താ ഇവിടെ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ നിങ്ങളുടെ ഉദ്ദേശം? അതെനിക്കറിയണം. പറയാം, എല്ലാം തുറന്നു പറയാം. നീ ഞങ്ങളുടെ മകനല്ലേ? നിന്നിൽ നിന്ന് ഞങ്ങൾക്ക് എന്താണ് ഒളിപ്പിക്കാനുള്ളത്? അല്ലെങ്കിലും ഇതെല്ലാം നീ അറിയേണ്ടത് തന്നെയാ മോനെ. ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതല്ല, എല്ലാം നിനക്ക് വേണ്ടിയാ. നിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയാ ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്. നിനക്കറിയാലോ നിന്റെ അച്ഛൻ ഇവിടെ എന്ത് സ്ഥാനാ ഉള്ളത്? വീട്ടിലും അച്ഛൻ അർഹിക്കുന്ന സ്ഥാനമില്ല, ഓഫീസിലും ഇല്ല. ഇവിടെയുള്ള എല്ലാ അവകാശവും അധികാരവും മഹിയേട്ടനും ജാനകിയേട്ടത്തിക്കും അവരുടെ മക്കൾക്കും മരുമക്കൾക്കും മാത്രമാണ്. നിന്നെ, നിന്റെ അച്ഛനെ, എന്നെയൊക്കെ ഇവിടെ വെറും രണ്ടാം തരക്കാരായിട്ടാ കാണുന്നത്. പിന്നെ നിന്റെ കാര്യം മാത്രം ചിന്തിച്ചാ സത്യത്തിൽ നിനക്കിവിടെ ഒരു രണ്ടാം തരക്കാരന്റെ സ്ഥാനം പോലും ഇല്ല. ഉണ്ടോ? നീ തന്നെ ഒന്ന് ചിന്തിക്കേ. സിദ്ധുവിനും ഋഷിക്കും മാത്രമാണ് ഇവിടെ പരിഗണന. നീ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് വെറുതെ കൂടെ നടക്കുന്നു. ഇങ്ങനെ നടന്നാ ഒടുവിൽ നീ വളരെയധികം പ്രയാസപ്പെടേണ്ടി വരും. നിന്നെ എല്ലാവരും ചേർന്ന് എല്ലാത്തിൽ നിന്നും പൂർണ്ണമായിട്ട് ഒഴിവാക്കും. നീ ഞങ്ങളെ മനസ്സിലാക്കണം. നീ ഞങ്ങളെ മനസ്സിലാക്കിയില്ലെങ്കിൽ ഞങ്ങൾ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങളോടൊപ്പം നിന്നില്ലെങ്കിൽ നീ ഈ വീട്ടിൽ ഒറ്റപ്പെടും. ആരാരും ഇല്ലാത്ത അവസ്ഥയിൽ നീ ഇവിടെ തനിച്ചാവും. നിന്നെ ഇവിടെ ഉള്ളവരെല്ലാം ചേർന്ന് ഒതുക്കി നിർത്തും. നീ അത് ഓർത്തോ. അങ്ങനെ ഒരു അവസ്ഥ ഞങ്ങളുടെ മോനുണ്ടാൻ പാടില്ല. അതുകൊണ്ടാ അച്ഛനും അമ്മയും ഈ റിസ്ക് എടുക്കുന്നത്. എന്റെ ചേട്ടനും അമ്മയെല്ലാം ഞാൻ കണ്ണടച്ച് വിശ്വസിച്ചതുകൊണ്ടാ. ഒന്നും പ്രതീക്ഷിക്കാത്ത എല്ലാ ജോലികളും ഞാൻ ഏറ്റെടുത്ത് നടത്തിയതുകൊണ്ടാ ഇന്നെനിക്ക് ഗതിയുണ്ടായത്. നാളെ അത് നിനക്കുണ്ടാവരുത്. പൊന്നാരം തോട്ടത്താരുടെ ബിസിനസ് സാമ്രാജ്യത്തിൽ അർഹമായ സ്ഥാനം എന്ന് നിനക്കുണ്ടാവണം. ആ സ്ഥാനം നിനക്ക് നേടിത്തരാൻ വേണ്ടിയാ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെടുന്നത്. ഈ പെൻഡ്രൈവ് ഞാൻ ഓഫീസിൽ നിന്ന് തട്ടിയെടുത്തതും നിനക്ക് പ്രയോജനപ്പെടുന്ന തരത്തിൽ എന്തെങ്കിലും ഇതിനുള്ളിൽ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയാ. ഞാനിത് പരിശോധിച്ചു. നമുക്ക് സഹായകമാകുന്ന തരത്തിൽ ഒന്നും തന്നെ ഈ പെൻഡ്രൈവിൽ ഇല്ല. അതുകൊണ്ടാ ഇത് നശിപ്പിക്കാന്ന് പറഞ്ഞത്. എന്നാ പിന്നെ ഇത് നശിപ്പിച്ചേക്കാം. മുത്തശ്ശിക്ക് സൂപ്പ് വേണം.
അത് നീ തന്നെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് മുത്തശ്ശി എന്നോട് പറഞ്ഞതാ. നിനക്കതിൽ സംശയം ഉണ്ടെങ്കിൽ നീ തന്നെ അത് നേരിട്ട് വന്ന് മുത്തശ്ശിയോട് ചോദിക്ക്. അപ്പൊ സത്യം അറിയാലോ. എടി, നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരം പാടില്ല കേട്ടോ. മുത്തശ്ശിയുടെ വാക്കുകൾ നീ ധിക്കരിക്കുവാണോ? മുത്തശ്ശിയോട് ഞാനിത് പറഞ്ഞു കൊടുക്കും. നിനക്ക് എന്ത് വേണമെങ്കിലും നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പറയാം, ചെയ്യാം. പക്ഷെ എന്നെ ഭീഷണിപ്പെടുത്താൻ നിൽക്കരുത് നീ. നിന്റെ ഭീഷണി കേട്ടൊന്നും ഗോപിക പേടിക്കില്ല. നിനക്ക് ഞാൻ കാണിച്ചു തരാടി. വന്ന് വന്ന് മുത്തശ്ശിയോട് നിനക്ക് ബഹുമാനം. എന്താ ആന്റി? എന്താ അഞ്ജിതേ, അകത്തെന്തായിരുന്നു ഒരു ബഹളം? അത് പിന്നെ ആന്റി, മുത്തശ്ശിക്ക് ഒരു സൂപ്പ് വേണമെന്ന് പറഞ്ഞു. അത് ഗോപിക തന്നെ ഉണ്ടാക്കി കൊടുക്കണമെന്നും മുത്തശ്ശി പറഞ്ഞു. ഞാനത് ഗോപികയോട് ചെന്ന് പറഞ്ഞു. അപ്പൊ ഗോപികയ്ക്ക് ഒരു സംശയം, ഞാൻ എന്തോ കള്ളം പറയുവാണെന്ന്. മുത്തശ്ശിയുടെ പേരും പറഞ്ഞ് എനിക്ക് വേണ്ടി ഞാൻ അവളെ കൊണ്ട് സൂപ്പ് ഉണ്ടാക്കിക്കുകയാണ് പോലും. എനിക്കതിന്റെ ആവശ്യമുണ്ടോ? അഞ്ജിതേ, ഞാനിപ്പോ അമ്മയുടെ മുറിന്നാ വരുന്നേ. ഇങ്ങനെ ഒരു ആവശ്യം അമ്മ എന്നോട് പറഞ്ഞില്ലല്ലോ. ഗോപികയുടെ സൂപ്പ് ഉണ്ടാക്കി കൊടുക്കാൻ അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായെന്ന് അന്വേഷിക്കാൻ അമ്മ എന്നോട് ആവശ്യപ്പെടുമായിരുന്നു. അമ്മ അത് ആവശ്യപ്പെട്ടില്ലല്ലോ. അഞ്ജിതേ, നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അത് നീ തന്നെ ഉണ്ടാക്കിക്കൊള്ളണം. അല്ലാതെ നിനക്ക് വേണ്ടി അടുക്കളപ്പണി എടുക്കാൻ ഗോപിക നിന്റെ ബാല്യക്കാരിയോ അടിമയൊന്നും അല്ല. നിന്നേക്കാളും മുതിർന്നവളാ ഗോപിക. അതിൻ്റെതായ ബഹുമാനം നീ ഗോപികയ്ക്ക് കൊടുക്കണം. ആന്റി വെറുതെ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. എനിക്ക് വേണ്ടി അല്ല ഞാൻ സൂപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞത്, അത് മുത്തശ്ശിക്ക് വേണ്ടി തന്നെയാ. അഞ്ജു, അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മയുടെ മരുമകളായ എന്നോടായിരിക്കും അമ്മ അത് ആദ്യം പറയുക. അതാണ് പതിവ്. തൽക്കാലം ആ പതിവ് തെറ്റിക്കാൻ ആരും നിൽക്കണ്ട. ആരും അതിൽ ഇടപെടണ്ട. ഈ അടുത്തായി നിസാര പ്രശ്നങ്ങൾ കാരണം ഈ വീട്ടിലെ സമാധാനം ആകെ നശിച്ചിരിക്കുക. എല്ലാത്തിനും ഒരു പരിധി വേണം. അത് വിട്ട് ആരും പെരുമാറരുത്. പ്രത്യേകിച്ച് അഞ്ജിതയോട് ഞാൻ പറയാം, ഇത്തരം പ്രവൃത്തികൾ ഒഴിവാക്കണം. ഈ വീട്ടിലെല്ലാവരും എന്നോട് എങ്ങനെയാ പെരുമാറുന്നതെന്ന് അഭിയേട്ടൻ കണ്ടില്ലേ? ഇന്ന് തന്നെ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? മുത്തശ്ശിക്ക് വേണ്ടി ഒരു സൂപ്പ് ഉണ്ടാക്കാൻ ഞാൻ ഗോപികയോട് പറഞ്ഞു. അവൾ അതിനെ തെറ്റിദ്ധരിച്ച് സംസാരിച്ച് പ്രശ്നം വഷളാക്കി. അതുകൊണ്ടല്ലേ അത് കേട്ട് വന്ന ജാനകി ആന്റി ഒന്നും നോക്കാതെ എന്നെ വഴക്ക് പറഞ്ഞത്. ആന്റിയായിട്ട് എന്നെ വഴക്ക് പറഞ്ഞതല്ല, ഗോപികയായിട്ട് എന്നെ വഴക്ക് കേൾപ്പിച്ചതാ. അല്ല, ഇതെല്ലാം അഭിയേട്ടനും കണ്ടതാണല്ലോ. പലവട്ടം ഞാൻ ഇത് അഭിയേട്ടനോട് പറഞ്ഞതാ, ഗോപിക ഇവിടെ എനിക്കെതിരെ ചരടുവെല്ല് നടത്തുന്നുണ്ടെന്ന്. അപ്പോഴൊന്നും അഭിയേട്ടന് അത് വിശ്വാസമായില്ല. ഇവിടെ ദേവിക ചേച്ചിക്കും ഗോപികയ്ക്കും മാത്രമേ വിലയുള്ളൂ. ആദ്യ സ്ഥാനം ദേവിക ചേച്ചിക്ക്, അത് കഴിഞ്ഞ ഗോപികയ്ക്ക്. അല്ലാതെ എനിക്കിവിടെ ഒരു സ്ഥാനവുമില്ല, വിലയുമില്ല. ഈ വീട്ടിലെ സകലരും അവർക്ക് വേണ്ടിയാ സപ്പോർട്ട് ചെയ്യുന്ന. എന്നെ ആരും പരിഗണിക്കുന്നത് പോലുമില്ല. അറിയാഞ്ഞിട്ട് ചോദിക്കുക, എന്നെ എന്തിനാ എല്ലാരും കൂടെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്ന? എന്നോട് എന്തിനാ അവഗണനയോടെ പെരുമാറുന്നത്? പറയാ ബേട്ടാ. അല്ല, ഞാൻ ഇതിന് സിദ്ധുവേട്ടനും ഋഷിക്കുള്ള വില അഭിയേട്ടൻ ഈ വീട്ടിലില്ലേ? ഇല്ലേ എന്നാ ഞാൻ ചോദിക്കുന്നേ. അഭിയേട്ടന് വിലയില്ലാത്തതുകൊണ്ടാണോ എല്ലാരും എന്നോട് ഇങ്ങനെ വേർതിരിവോടെ പെരുമാറുന്നത്? അഞ്ജു, നിന്നെ ആരും മനഃപൂർവ്വം ഇവിടെ അവഗണിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. അപ്പൊ കുറച്ചു മുമ്പ് ഞാൻ ഇവിടെ അനുഭവിച്ചത് എന്താ? അഭിയേട്ടൻ അത് കണ്ടതല്ലേ? എന്നിട്ടാണോ എന്നോട് ഇങ്ങനെ പറയുന്നത്? അഭിയേട്ടൻ അവരെ സപ്പോർട്ട് ചെയ്യുവാണോ? വാസ്തവം എന്തിനാ കണ്ടില്ലെന്ന് നടിക്കുന്ന അഭിയേട്ട? ഇത്രയും കാലം ഇവിടെ എല്ലാവരും ഒത്തൊരുമയോടെ കഴിഞ്ഞിരുന്നത്. എല്ലാവരും ഒരുപോലെയായിരുന്നു. ഞങ്ങൾക്കിടയിൽ ഒരു വേർതിരിവും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന് ചിന്തിക്കണം. എന്ത് തന്നെ ആയാലും ഞാനും ഇവിടുത്തെ മരുമകളാ. ദേവികേച്ചിക്കും ഗോപികയ്ക്കും കിട്ടുന്ന അതേ പരിഗണന എനിക്കും ഇവിടെ കിട്ടണം.
ആരുടെ മുമ്പിലും എനിക്കിവിടെ താഴാൻ പറ്റില്ല. ഞാൻ താഴുകയില്ല. അതെന്റെ ഒരു വാശി അഭിയേട്ട. ഞാൻ അഭിയേട്ടന്റെ ഭാര്യയാണെങ്കിൽ എന്റെ വില ഇവിടെ സംരക്ഷിക്കേണ്ടത് അഭിയേട്ടന്റെ ഉത്തരവാദിത്വമാ. അഭിയേട്ടൻ അത് ചെയ്യണം. ചെയ്തേ മതിയാവും. ഇനി ഇതുപോലൊരു അനുഭവം എനിക്ക് ഈ വീട്ടിലുണ്ടാവാൻ പാടില്ല. എന്താ വേണ്ടെന്ന് അഭിയേട്ടനൊന്ന് ആലോചിക്കാം. ഇതൊരു അപ്രതീക്ഷിതമായ വരവാണല്ലോ. എന്തു പറ്റി? ഇവിടേക്കായിട്ട് ഇറങ്ങിയതാണോ അതോ എവിടെയെങ്കിലും പോകുന്ന ഒഴുക്കി കയറിയതാണോ? ഞാനും കുട്ടനും കൂടെ ഓഫീസിൽ പോയിട്ട് വരുന്ന വഴിയാ മുത്തശ്ശ. ഇപ്പോ ഓഫീസിലെ ചുമതലകൾ കൂടി അവിടുത്തെ അച്ഛൻ എന്നെ ഏൽപ്പിച്ച വിവരം ഞാൻ മുത്തശ്ശനോട് പറഞ്ഞില്ലേ? ആ പറഞ്ഞിരുന്നു. ആ എങ്ങനെയുണ്ട് മോളെ ഓഫീസിലെ ജോലികൾ? തുടങ്ങിയതല്ലേ ഉള്ളൂ മുത്തശ്ശ, കുഴപ്പമില്ല. നീ മിടുക്കിയല്ലേ മോളെ, ഓഫീസിലും നീ ശോഭിക്കും. മുത്തശ്ശനൊരു കാര്യം കേൾക്കണോ? ആ എന്താ കേക്കട്ടെ. ഇന്നേ നമ്മുടെ ഓഫീസിൽ തീ പിടിക്കാൻ വന്നു. ആ ഞാനും മാലാഖയൊക്കെ തീ പിടിച്ച് ചത്തു എന്നെ. എന്താ മോളെ സിദ്ധു എന്താ പറയുന്ന? ഇതിൽ വല്ല വാസ്തവമുണ്ടോ? തീപിടുത്തൊന്നും ഉണ്ടായില്ല മുത്തശ്ശ, പക്ഷേ അപകട സാധ്യത ഉണ്ടായിരുന്നു. എവിടെയോ എന്തോ സാങ്കേതിക പിഴവുണ്ടായതാകാൻ കാരണം. ഫയർ അലാം കേട്ട് അവിടുത്തെ സ്റ്റാഫും ഞങ്ങളും ഒക്കെ ഭയന്നുപോയി. എല്ലാവരും ഉടൻ തന്നെ ഓടി പുറത്തിറങ്ങി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലെങ്കിലും അവിടെ എന്തൊക്കെയോ അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്. ഋഷിയല്ല നോക്കുന്നേ. ആ ബഹളത്തിന്റെ ഇടയിൽ കുട്ടനെ അവിടെ ഇരുത്തിയാൽ ശരിയാവില്ല. അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതെന്തായാലും നന്നായി മോളെ. ഇനി നിങ്ങൾ രണ്ടുപേരും കുറച്ച് സമയം ഇവിടെ ഇരുന്ന് വിശ്രമിച്ച് ആഹാരമൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി. ഹായ്. അമ്മേ, ആരോട് ചോദിച്ചിട്ടടി നീ ഇവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്? ചോദിച്ചത് കേട്ടില്ലേ? ആരോട് ചോദിച്ചിട്ടാ നീ ഇവനെ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിച്ചേന്ന്? ശ്രീയലേ വേണ്ട. എന്ത് വേണ്ടെന്ന്? ഇവൾക്കിവൻ ഇവളുടെ ഭർത്താവായിരിക്കും, പക്ഷെ എനിക്കിവൻ എന്റെ ഭർത്താവിന്റെ കൊലപാതകിയാ. അങ്ങനെ ഒരു കൊലപാതകിയെ ഈ വീട്ടിനകത്ത് വിളിച്ചു കയറ്റി സൽക്കരിക്കാൻ പറ്റില്ല. ഇറങ്ങിക്കോ. നീ ഇപ്പൊ ഇവനെ വിളിച്ചുവിടുന്ന് ഇറങ്ങിക്കോണം. അമ്മേ, ആദ്യം അമ്മ ഈ ദേഷ്യം ഒന്ന് നിയന്ത്രിക്കും. എന്നിട്ട് ഞാൻ പറയുന്ന സ്വസ്ഥമായിട്ടൊന്ന് കേക്ക്. എനിക്ക് കേക്കണ്ട. എനിക്ക് എന്റെ മുമ്പിൽ ഇവൻ വന്ന എനിക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. മര്യാദക്ക് ഇവനെ വിളിച്ചുകൊണ്ട് ഇറങ്ങ. ഇല്ലെങ്കിൽ എനിക്ക് ചിലപ്പോ വെട്ടുകത്തി എടുക്കേണ്ടി വരും. അമ്മേ, ഇറങ്ങ. ശ്രീയല്ലേ നീ ഒന്ന് സമാധാനിക്കും. ഞാൻ പറയുന്നത് കേൾക്ക്. അച്ഛാ, ദേ ഇവളോട് ഇവനെ വിളിച്ച് ഇവിടുന്ന് ഇറങ്ങാൻ പറ. അമ്മ ഞാൻ പറയുന്നൊന്ന് കേക്കമ്മേ. എന്നോടൊന്നും പറയണ്ട. പറയുന്നൊന്ന് കേക്ക്. വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറയുന്നൊന്ന് കേക്കാൻ. അമ്മേ, അമ്മ മനസ്സിലാക്കിയതൊന്നും അല്ല സത്യം. കുട്ടനല്ല നമ്മുടെ അച്ഛനെ കൊന്നത്. കുട്ടൻ കാരണമല്ല നമ്മുടെ അച്ഛൻ മരണപ്പെട്ടത്. നമ്മുടെ അച്ഛനെ നഷ്ടപ്പെടുത്തിയ ആ ആക്സിഡന്റ് അത് ഈ ഇരിക്കുന്ന കുട്ടൻ കാരണം ഉണ്ടായതല്ല. അമ്മ, അതൊരു ചതിയായിരുന്നു. കുട്ടനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ആരും ഒരുക്കിയ ഒരു ചതി. പക്ഷെ അതിൽ പൊലിഞ്ഞു പോയത് നമ്മുടെ അച്ഛന്റെ ജീവനായിരുന്നു.